ഞാൻ പോകുന്നില്ല അച്ഛ. അച്ഛൻ്റെ അമ്മയുടെ ജീവന് വിലയിട്ടിട്ട് എനിക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. കാരണം സാധുവായ ദേവനാരായണ തിരുമേനി എന്ന അച്ഛനെ അത്രയ്ക്ക് സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ മോനോടൊരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ മുന്നിലൊരു ശത്രു വന്ന് നിൽക്കുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും അവർ നമ്മളെ വെല്ലുവിളിക്കുക? ഇപ്പം മോൻ്റെ മുമ്പിൽ വന്നു നിന്നത് മോൻ്റെ ശത്രുക്കളാ. മോൻ്റെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ എൻ്റെയും ശത്രുക്കളാ. നിങ്ങൾ ഈ കണിമംഗലത്ത് നിന്നിറങ്ങാൻ പ്രിയങ്ക കാരണക്കാരിയായ നിമിഷം മകളുടെ സ്ഥാനത്തുനിന്ന് അവളെ ഞാൻ വെട്ടിമാറ്റിയതാ. ശത്രു മുന്നിൽ വന്ന് വെല്ലുവിളിച്ച ആ വെല്ലുവിളി നേരിടണം. അച്ഛൻ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ മോനെ. അമ്മേ, നിങ്ങൾ രണ്ടുപേരും എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മോന് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ. രാധിക മോളെ ഇവിടെ നിർത്തണമെന്നില്ല. അവൾ മോൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ മ്യൂസിക് ക്ലാസിൻ്റെയും കാറ്ററിങ്ങിൻ്റെയും കാര്യം, അതിനെ അവസാനിച്ചു പോയാലും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പൊക്കോ. പക്ഷേ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ എനിക്ക് ജലപാനം ഉണ്ടാവില്ല. പൂജാമുറിയിൽ ദൈവത്തിൻ്റെ മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ച് ഞാനിരിക്കും. ആ ഇരിപ്പെൻ്റെ അവസാനമായിരിക്കും. മതിയായി മോനെ. കണ്ട കാഴ്ചകളൊക്കെ ഒരു ജന്മത്തിലേക്ക് വേണ്ടതിലധികമായി. ഇതിൽ കൂടുതൽ ദുരിതം അച്ഛൻ താങ്ങില്ല. പുറത്തെവിടെയെങ്കിലും പോയി ജീവിതം അവസാനിപ്പിച്ചെന്ന ദുഷ്പേര് അച്ഛൻ കാരണം ഉണ്ടാവില്ല. ദേവനാരായണ തിരുമേനി പൂജാരിയല്ലേ, ദൈവത്തിൽ ലയിച്ചു. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കിടയിൽ ദൈവം ജീവനെടുത്തു. അങ്ങനെ പറഞ്ഞോളൂ ആളുകൾ. യശോദേ, ഇവർക്ക് പോവാൻ വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക. അച്ഛാ, അച്ഛനെ അങ്ങനെ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഞാനിവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബമല്ലേ ഇത്. നിങ്ങളെ വിട്ടുപോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ പോകുന്നതിൻ്റെ പേരിൽ അച്ഛൻ ജീവിതം അവസാനിപ്പിച്ച ഈ ജന്മം ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടും. ഞാൻ പോകുന്നില്ല അച്ഛൻ. അച്ഛൻ്റെ അമ്മയുടെ ജീവന് വിലയിട്ടിട്ട് എനിക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. കാരണം സാധുവായ ദേവനാരായണ തിരുമേനി എന്ന അച്ഛനെ അത്രയ്ക്ക് സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പൊ നിന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് കാർമേഘ. അത് പെയ്തു തീർന്നേ പറ്റൂ. നിന്റെ തലയ്ക്ക് മുകളിൽ നിന്ന് അത് ഒഴിഞ്ഞേ പറ്റൂ. കഷ്ടപ്പെടുത്തുന്നവർ എത്ര വേണേലും കഷ്ടപ്പെടുത്തട്ടെ, നമ്മൾ പിടിച്ചു നിൽക്കും. നമ്മൾ ഒരുമിച്ച് പൊരുതും, ഒരുമിച്ച് ജയിക്കും. ഈ അച്ഛന്റെ പ്രതീക്ഷ മുഴുവൻ നിന്നില്ല. മോളെ, നീ എന്താ ഈ നോക്കി നിൽക്കുന്നെ? എടുത്ത് വണ്ടിയിൽ വെക്ക്.
അത് ഡ്രൈവറോട് പറഞ്ഞ പോരെ? അയാള് വണ്ടി ഓടിക്കാനല്ലേ വന്നത്? നിനക്കെന്താ പ്രശ്നം? പെട്ടെന്ന് എടുത്ത് വെച്ചേ. ചെറിയമ്മേ, ഞാൻ ഇതുവരെ ഇതൊന്നും എടുത്ത് ഈ റോഡിലൂടെ നടന്നിട്ടില്ല. നിന്നോട് റോഡ് മുഴുവൻ ഇതെടുത്തോണ്ട് നടക്കാൻ ഞാൻ പറഞ്ഞോ? ദേ നമ്മുടെ വണ്ടിയിലേക്ക് കിടക്കുന്നേ. അവിടം വരെ ഒന്ന് എടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ തമ്പുരാട്ടിക്ക്? ചെറിയമ്മേ, എല്ലാ കാര്യത്തിലും ചെറിയമ്മയുടെ കൂടെ നിന്നതാ ഞാൻ. പക്ഷെ ഇപ്പൊ ചെറിയമ്മ എന്നോട് പെരുമാറുന്നത്. നീ തിരിച്ച് കണിമംഗലത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് വെക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? തിരിച്ച് കണിമംഗലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ശ്ശോ. ഓ. ആ കൊലയും കൂടി എടുക്ക്. എല്ലാം കൂടെ ഞാനിന്ന് ശ്ശോ. ഉഫ്. ഇങ്ങോട്ട് വെക്ക്. ചെറിയമ്മേ, ഇങ്ങനെ കണ്ണീച്ചോറില്ലാതെ പെരുമാറാൻ എങ്ങനെ പറ്റുന്നു? 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടണം കൽപ്പനെ. എന്നോടൊന്നും തോന്നിയിട്ട് കാര്യമില്ല. ചന്ദ്രേട്ടനെ മരം കുലുക്കി പണം വീഴ്ത്തുന്നതല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ. ചെറിയമ്മേ, ചെറിയമ്മ തന്നെ എന്നോടിത് പറയണം. അവരെല്ലാരും എന്നെ വെറുത്തു. പക്ഷെ ചെറിയമ്മ എന്റെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസമായിരുന്നു എനിക്ക്. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ടല്ലോ. കണിമംഗലത്ത് നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ? കണിമംഗലത്തുനിന്ന് നിന്നോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞോ? ഇപ്പൊ ഞാൻ പുറത്തൊരു യാത്ര പോയപ്പോ നിന്നെയല്ലേ കൂടെ കൂട്ടിയത്? പിന്നെ എന്താ കൽപ്പനെ? ദാ, പോയ ചാക്കൂടി എടുത്തിട്ട് വാ. അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ചെറിയമ്മ കൂടി ഒന്ന് വന്നാ. നിന്നെ കൊണ്ട് പറ്റും. പറ്റണം. പോയിട്ട് വാ.